മൂന്നാറിലെ ഡബിൾ ഡെക്കർ ബസ്സിൽ ടിക്കറ്റ് ക്രമക്കേട് നടത്തിയ കണ്ടക്ടർക്ക് സസ്പെൻഷൻ. കണ്ടക്ടർ പ്രിൻസ് ചാക്കോയെയാണ് സസ്പെൻഡ് ചെയ്തത്. യാത്രക്കാരിയിൽ നിന്നും പണം വാങ്ങിയ ശേഷം ടിക്കറ്റ് നൽകാതിരുന്ന ഇയാളെ വിജിലൻസ് പിടികൂടിയിരുന്നു. ജെയിൻ എസ് രാജു വിവരങ്ങളുമായിട്ട്. ജെയിനി, മൂന്നാറിലെ ഡബിൾ ഡെക്കർ എപ്പോഴും പ്രശ്നമാണോ? ഇന്നാളല്ലേ അപകടമുണ്ടായി, ആ ഡ്രൈവർ അല്ലേ ഇല്ലാത്ത വാഹനം മുമ്പിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ മറ്റൊന്ന്, ഇത് നേരത്തെ നടന്ന സംഭവമാണോ അപ്പോൾ റീസെൻ്റ് ആയിട്ടാണോ? ദിവിഷ്, തീർച്ചയായിട്ടും ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ റോയൽ വ്യൂ സർവീസ് എന്ന പേരിൽ ഈ ഡബിൾ ഡെക്കർ ബസ് സർവീസ് നടത്തുന്നത്. ആ സർവീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്ഥിരം ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ വാഹനം അപകടത്തിൽപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഡ്രൈവർ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം പുതിയതായി ജോലിക്ക് കയറിയ ആളാണ് ഈ ടിക്കറ്റിൽ ക്രമക്കേട് നടത്തിയത്. ഇവർ തിരുവനന്തപുരം സ്വദേശികളിൽ നിന്ന് പണം മേടിക്കുകയും എന്നാൽ ടിക്കറ്റ് നൽകാതിരിക്കുകയും ചെയ്തു. ഈ സമയത്ത് KSRTC വിജിലൻസ് ഈ ബസ്സിലുണ്ടായിരുന്നു. ഇയാളെ കൈയോടെ പിടികൂടുകയായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിനെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു തുടർ നടപടി എന്ന പേരിലാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഒരു സ്ഥിരം കമ്മിറ്റിയിൽ നടക്കുന്ന ഒരു സംവിധാനമായി ഈ ഡബിൾ ഡെക്കർ ബസ് മാറുകയാണ്. ഒരുപാട് വിനോദസഞ്ചാരികൾ വലിയ കൗതുകത്തോടെ ഉപയോഗിച്ചിരുന്ന ഒരു സർവീസാണ്. വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞത് 40,000 രൂപ പ്രതിദിനം ലാഭം മാത്രം കിട്ടുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെ നല്ല രീതിയിൽ പോകുന്ന ഒരു സർവീസ് ജീവനക്കാരുടെ ഈ പിടിപ്പുകേടും അവരുടെ അച്ചടക്കമില്ലായ്മയും ഒക്കെ മൂലം വലിയ പ്രതിസന്ധിയിലാവുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്.